ഹായ് ഹലോ എല്ലാവർക്കും സുഫേറ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അനിയൻ്റെ വീട്ടിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്. അങ്ങനെ അതൊക്കെ പിന്നെ കാക്ക റിച്ചുമോനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ. മറ്റേത് ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കെട്ട് കാലിനുണ്ടായതുകൊണ്ട് ഞങ്ങൾ 2 പേരും തൂക്കിയിട്ടാട്ടോ പോകലുണ്ടായിരുന്നത്. ഇപ്പോൾ കാലിൻ്റെ കെട്ടൊക്കെ അയച്ചുകൊണ്ട് എന്താക്കി ഇങ്ങനെ കൊണ്ടുപോകലാണ് കേട്ടോ. അപ്പോൾ ഇതാ റോട്ടുമ്മലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. നമ്മളിവിടുന്ന് പാടിയിൽ നിന്ന് വരുന്നിടത്ത് ഭയങ്കര ഒരു ഇടങ്ങേറിച്ച വഴിയാണ്. അതുകൊണ്ട് പിന്നെ 2 പേർക്കൊന്നും അതിൽ വരാനും പറ്റില്ല. അതുമല്ല ഭയങ്കര ചളിയായതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങളവിടുന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ 8:30 തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട്, ഇങ്ങോട്ടും വരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പനിയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വിളിച്ച് പിന്നെ അനിയനും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. പിന്നെ സെലി അന്നേരം പറഞ്ഞു നമുക്ക് എന്തായാലും വൈകുന്നേരം കുട്ടികളെ ട്രിപ്പ് എടുത്തിട്ട് അങ്ങോട്ടല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് അങ്ങനെ പോകാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ തമാശയും കാര്യങ്ങളും സീരിയസും കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ഞങ്ങൾക്ക് പിന്നെ പറയാൻ കേട്ടോ. പിന്നെ എന്താണ് ഞങ്ങൾ പിന്നെ ഞാനും സെലിം മാത്രമല്ല കേട്ടോ എന്ത് കാര്യം സംസാരിക്കും, ഞങ്ങളും മക്കളടക്കാണ് എല്ലാവരും ഇരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തില്ല കേട്ടോ. കാരണം അതെപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ അവരെ വീട്ടിലെത്തി നോക്കുമ്പോൾ അവരടല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവർ മേലത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ പിന്നെ അവൾ വിളിച്ചപ്പോഴാണ് വന്നത് കേട്ടോ. പിന്നെ അതാ ചായയൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷേ ചായ കുടിക്കണ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാം കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ആങ്ങളുടെ വൈഫും പിന്നെ പേരക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരായിട്ട് അങ്ങനെ വർത്താനം പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇവിടെ അങ്ങനെ ഇരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസ് ഇങ്ങനെ ഒരു പിന്നെ തമാശയൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ചായ കുടിക്കാനുള്ളൂ. ഞങ്ങളെല്ലാവരും ചായ കുടിയും കഴിഞ്ഞിട്ട് ഓടെ ചായ കുടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് ഞാനും അമ്മയൊക്കെ ഇങ്ങനെ വർത്താനം പറയാൻ കേട്ടോ. അപ്പോൾ ഇതാക്കണ റിച്ചും പിന്നെ മോനൂസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അത് റിച്ചുവിൻ്റെ വാക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ എസ്റ്റേറ്റ് പടിയിലായതുകൊണ്ട് ഞങ്ങളോട് നടക്കാൻ അത്ര സ്ഥലമില്ല കേട്ടോ. സാധനം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ചെറിയൊരു നടക്കണ വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണ പൊന്നൂസും പിന്നെ മോനൂസും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചവൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. കാരണം ഇങ്ങനെ ഇത് പിടിച്ചിട്ട് അവനക്ക് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് സ്വയം നടക്കാനുള്ള ബാലൻസ് കിട്ടണില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണേ. പിന്നെ ഇവിടെ ഏതായാലും ഹാളിലൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നൂസിനോട് ഇങ്ങനെ വീഡിയോ എടുക്കാണ്ടപ്പോൾ ഓരോന്നങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ റിച്ചുവിൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കണ്ട കേട്ടോ. അവനെ നോക്കണമുണ്ട്, എന്താണ് ഇങ്ങനെ നടക്കണമെന്ന് അതിനറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും കേട്ടോ പാവം. അപ്പോൾ എത്രയായാലും പിന്നെ ചെറിയ കുഞ്ഞു മക്കളല്ലേ, അവർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഇതാക്കണ റിച്ചുവിൻ്റെ നടത്തൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ അടുക്കളയിൽ പോയൊക്കെ വന്നപ്പോൾ ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണ പിന്നെ ഓള് കോഴിയൊക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മേനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കണോണ്ട് പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ എപ്പോഴേലൊക്കെ കാണുന്ന ആൾക്കാരാകുമ്പോൾ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറയാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ അമ്മായി പോയതിൻ്റെ ശേഷമാണ് ഞാൻ എന്താക്കി പിന്നെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരത്തെ ഇതൊക്കെ ഇവിടെ സെലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെലിക്ക് ഓട്ടമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് സെലി അങ്ങനെ ഒരു 7:00 ആയപ്പോഴത്തേന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തങ്ങനെ പൊന്നൂസ് മുത്തുമോനൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസ് ഇതിൻ്റെ ലൈറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഭയങ്കര കാര്യം കേട്ടോ കുട്ടികളെ ഒരുക്ക്. അങ്ങനെ ഇതാക്കണ പിന്നെ ഒരിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചു തന്നെ. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് കാണുന്നതൊക്കെയാണ്. ഞാൻ അകത്ത് കയറിപ്പോയിട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ താത്തയാണ് കേട്ടോ ബിരിയാണി വെക്കണത്. അങ്ങനെ ഇതാ പിന്നെ കോഴിയൊക്കെ പൊരിച്ച് കഴിഞ്ഞു. പിന്നെ ചോറ് വെക്കാനുള്ളൊരു പുറപ്പാടില്ല കേട്ടോ. കുക്കറിൽ പിന്നെ മസാലക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇത് പിന്നെ താത്താൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ ഓളോള് കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാക്കണം പിന്നെ ചോറ് വെക്കാനുള്ളൊരു പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം മസാല ഇവിടെ കുക്കറിൽ നിന്ന് മാറ്റിങ്ങാണ്ട് വേറെ പാത്രത്തിലാക്കിങ്ങാണ്ട് അങ്ങനെ മസാലയും കൂട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറിന് ഇതാക്കണം ഇവിടെ അരി ഇട്ടിട്ടോ. അങ്ങനെ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനങ്ങനെ ബിരിയാണീൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം എപ്പോഴും ഒരേപോലെ തന്നെ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കണം, വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. ഞാനായാലും ആരായാലും എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുമില്ല. അതുകൊണ്ട് പിന്നെ എപ്പോഴും ഒരേപോലെ തന്നെ വെക്കണോണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് അധികം എടുത്തിട്ടില്ല കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ ഒരു തുമ്പും പോലില്ലാതൊക്കെയാണ് എടുത്തേക്കണത് കേട്ടോ. അങ്ങനെ ഇതെന്തായാലും ഇതാക്കണം. പിന്നെ നമ്മളെ ചോറൊക്കെ ഇവിടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താക്കി നമ്മൾ അനിയനും വൈഫും കാര്യങ്ങളൊക്കെ അവർ വരുന്നുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അതായത് നന്ന് ചെറിയ അനിയനൊക്കെ കേട്ടോ. അവർ പിന്നെ വീട്ടിൽ കൂടുതൽ ഞാൻ എന്തിനും മുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവരിപ്പോൾ എന്തായാലും വരുന്നുണ്ടെന്ന്. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ പോകാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ വിളിച്ചിങ്ങനെ എല്ലാവരും വരുന്നുണ്ട്, നിങ്ങളും വരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ സീരിയം കെടുത്തിയപ്പോൾ അങ്ങനെ പോയതാട്ടോ. എന്താ ചെറിച്ചനും കൊണ്ട് ഇങ്ങനെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പോകേണ്ടടുത്ത്
നോക്കുമ്പോൾ നമ്മൾ പോകും വേണം, എന്നാലും പിന്നെ നമ്മൾ ഓൻ്റെ സേഫ് അനുസരിച്ചിട്ട് നമ്മൾ എവിടെയും പോകലുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണേ. പിന്നെ ഇളച്ചനും പിന്നെ ഇളച്ചിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പിന്നെ പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നാണ് എടുത്തിട്ട് പോയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു നമ്മൾ ഒന്ന് എടുത്ത് പോകണത് കണ്ടിട്ടില്ലായിരുന്നു. ഒരു വീഡിയോസ് ഇങ്ങനെ എടുത്ത് തന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഞാൻ പറയായിരുന്നു കേട്ടോ. ഏതായാലും ഈ വണ്ടിൻ്റെ എൻട്രി നമുക്ക് വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ സെലി ഇങ്ങോട്ട് പിന്നെ തിരിക്കാനും ഇതാക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇതാക്കണം. അവർ പിന്നെ വണ്ടി എന്തോ കഴുകി എന്തോ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുപ്പായം കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പം ഞാൻ പറയുന്നത് ഈ വീഡിയോ എടുക്കുമ്പോൾ കുപ്പായം ഒന്നും ഇടാതെ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഇതാക്കണേ പിന്നെ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ നമ്മളെ ബേബി ഉറങ്ങായിരുന്നു കേട്ടോ. അത് പിന്നെ ഉറങ്ങുകയാണെങ്കിലും എണീക്കുകയാണെങ്കിലും ഞാൻ അധികമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഇവിടെ വന്നപ്പോൾ എന്താ തോന്നിയെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് നമ്മളെ കൈ നീട്ടിയപ്പോൾ വേഗം വന്ന് കുറേ നേരമൊക്കെ നിന്നു കേട്ടോ. ഇന്ന് വന്നതുമില്ല കേട്ടോ. പിന്നെ ഒന്നാമൊന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ. ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണമായിരിക്കും വേണമെങ്കിൽ. അങ്ങനെ ഇതാക്കണേ ഉമ്മാൻ്റെ ഒക്കിൽ കയറിയിരിക്കണേ നമ്മളെ ഇച്ചുട്ടിന്. പിന്നെ നമ്മളെ കുട്ടിപ്പടകളൊക്കെ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ റിച്ചുമോന് കാല് പൊന്തിച്ച് വെച്ചിട്ട്, കാരണം മക്കളറിയാതെ വന്നുകൊണ്ട് ഇങ്ങനെ ചവിട്ടുകയാണ് കേട്ടോ. കാരണം അവനക്ക് ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ ഈ മോള് എന്താണെന്നറിയില്ല നമ്മളെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ മോളെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ ഇതാക്കണേ എന്തായാലും എല്ലാവരും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നോണ്ടിയിട്ടൊക്കെ വർത്താനം പറയുന്നത്, പക്ഷെ ഇവളൊന്നും പറയുന്നില്ല കേട്ടോ. പൊന്നും ഇതിൽ അങ്ങോട്ട് ഇടന്നിട്ടൊക്കെ ഇങ്ങനെ ചാടി മറിഞ്ഞ് നടക്കണുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. എല്ലായിടത്തും വരും ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ നേരെ താഴെ അനിയനും വന്നു കേട്ടോ. അവന് ഷോപ്പിൽ നിന്ന് വരുന്ന വരവാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണേ അവനും വന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണേ ഞങ്ങൾക്ക് ചോറ് തിന്നാനുള്ളൊരു സമയമായിട്ട്. അപ്പോൾ ഇതാക്കണ ഇങ്ങനെ എല്ലാവരും വിളമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനിക്ക് അങ്ങനെ നിലത്താൻ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം എനിക്ക് എങ്ങനെയായാലും വേഗം കാല് കടയും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സോഫമ്മലായിട്ട് റിച്ചുവിൻ്റെ കാല് തട്ടും വേണ്ടല്ലോ പറഞ്ഞിട്ട് റിച്ചുവിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിച്ചുമോന് പിന്നെ നേരത്തെ കൊടുത്തപ്പോൾ ഓൻ അങ്ങനെ തിന്നണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം എൻ്റെ ചോറാണ് കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളങ്ങനെ ഇരുന്ന് തിന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോക്കെ ഓരോരുത്തരും ഓരോ സൈഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ തിന്നാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. പോന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതാക്കണ ഇവിടെ കടയിലൊന്ന് കയറാണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനം മേടിക്കാണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഇതാക്കണേ പിന്നെ ബേക്കറി കടയിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞ ഐസ്ക്രീം പിന്നെ വാങ്ങാറുണ്ട്. പിന്നെ ഞാനങ്ങനെ കടയൊക്കൊന്നും അങ്ങനെ കയറില്ല കേട്ടോ. ഞാൻ കാക്കന്നെ വാങ്ങിയിട്ടില്ല. പക്ഷേ പിന്നെ കാക്ക നിർബന്ധിച്ചിട്ട് അങ്ങനെ എന്താ വണ്ടിയെ വാങ്ങിയിട്ട് പൊയ്ക്കോന്നും പറഞ്ഞാണ്ട് അങ്ങനെ നിർബന്ധിച്ചപ്പോൾ എന്താക്കി അങ്ങനെ കയറിയിട്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ട് നമ്മൾ ഒട്ടും വിടുമല്ലോ കേട്ടോ. അതെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ആദ്യമേ എനിക്കങ്ങനെ ഭയങ്കര കാര്യമാണ്. വേറെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജ്യൂസോ വേറെയുള്ള ഒന്നും വേണമെന്നില്ല കേട്ടോ. ഐസ്ക്രീം കണ്ടപ്പോൾ ഒന്ന് തിന്നണം. അങ്ങനെ ഇതാക്കണം. ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്ന് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുമെന്നുണ്ട്. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ തിന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അനിയൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ടാക്കണേ.